ഏവർക്കും നമസ്കാരം. നമ്മുടെ ഫാമിൽ നിന്ന് കൊണ്ടുവന്ന പാലിൽ നിന്ന് നമ്മളെടുത്ത് നെയ്യ് എങ്ങനെയാണ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളിത് കൊണ്ടുവരുന്ന പാല് നമ്മൾ അന്നേരം തിളപ്പിച്ചിട്ട് ആറുന്നത് വരെ നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. സാധാരണ സ്ഥലത്ത് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അതിനുശേഷം ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളത് എടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാടയെല്ലാം ഈ നെയ്യെല്ലാം മേളിൽ വന്ന് അടിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം. അത് നമ്മളൊരു പാത്രം കൊണ്ട് ഒരു തവിയെ നിർമ്മിച്ച് കോരിയെടുക്കുക. അതിനുശേഷം നമ്മൾ ആ കോരിയെടുത്തത് ഫ്രീസറിൽ സൂക്ഷിക്കുക. അത്യാവശ്യം നമുക്ക് എടുക്കാനുള്ള ഒരു ആയിക്കഴിഞ്ഞാൽ, ഒരു പാത്രത്തിനകത്ത് ആയിക്കഴിഞ്ഞാൽ നമ്മളത് മിക്സിക്കകത്തിട്ട് ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം മിക്സിക്കകത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അടിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇത് വന്ന് ചേരും. ഇത് വെണ്ണയായിട്ട് തന്നെ വന്നിരിക്കും. അതെടുത്ത് നമ്മൾ കൈകൊണ്ട് ഒന്ന് ഉണ്ട ഉരുട്ടിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തിട്ട് അത് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. അത്യാവശ്യം അത് ഓർത്തോണം, തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. അങ്ങനെ കുറച്ച് പിന്നെ അടിച്ചെടുക്കുന്നതനുസരിച്ച് പിന്നെ ഇച്ചിരി വെള്ളം, തണുത്ത വെള്ളം ഇതിനകത്ത് ഈ ജാറിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഫ്രഷ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കുറേശ്ശെ വന്നുകൊണ്ടിരിക്കും. ഇത് തീരുന്നിടം വരെ അങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇത് തണുത്ത വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ഇത് ഒരുമിച്ചാക്കിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പാലിൻ്റെ അംശം പോകുന്നിടം വരെ അതിനകത്തിട്ട് നല്ലോണം വെള്ളം മാറി കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം മാറി അത് നമ്മളിതിനകത്ത് ഈ വീഡിയോ കാണിച്ചിട്ടില്ല ആ ഒരു ഭാഗം. പക്ഷേ അത് അങ്ങനെ തന്നെ ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്ക് അത്രയും അഴുക്ക് കുറഞ്ഞ് കിട്ടും. അതിൻ്റെ വേസ്റ്റ് കുറഞ്ഞ് കിട്ടും. അതിനുശേഷം നമ്മളതെടുത്തിട്ട് നല്ലവണ്ണം അതിൻ്റെ വെള്ളത്തിൻ്റെ പാലിൻ്റെ അംശം മാറിയെന്ന് കണ്ടു കഴിയുമ്പോൾ അതെടുത്തിട്ട് നല്ലോണം ഒരു ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ ചെമ്പിൻ്റെയോ ഏതാണെന്ന് വെച്ചാൽ അതിനകത്ത് ഇടുക. എന്നിട്ട് ഒരു ഹാഫ് ഫ്ലെയിമിൽ ഇതിനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ ഇത് നല്ല കളറിൽ ഇങ്ങനെ വരും. ഒരു ബ്രൗൺ കളറിലായി വരുമ്പോഴത്തേക്ക് നമ്മളിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നിങ്ങൾ അരിച്ചെടുത്തിട്ട് ഒരു ഭരണിയിലോ മറ്റു പാത്രത്തിലോ അടച്ച് സൂക്ഷിക്കുക. വെളിയിൽ സൂക്ഷിച്ചാലും മതി, ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണമെന്നൊന്നുമില്ല. വെളിയിൽ സൂക്ഷിച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്.